ലവ് ബേസ്ഡ് ഓൺ ഡിവിനിറ്റി. അതിൻ്റെ ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ AI അതിൻ്റെ വ്യാപനം ഒരുപാടുണ്ടായാലും നമുക്കതൊന്നും ബാധിക്കാതെ വരും. നമുക്കതൊരു വിഷയമേ ആവാതെ പോകും. കാരണം ഈ യുഗത്തിൽ നമുക്ക് വേണ്ട 2-3 കാര്യങ്ങളാണ്. കെയർ. ഒരു രോഗി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അസുഖത്തിൽ കഷ്ടപ്പെടുമ്പോൾ ആ രോഗിയെടുത്ത് പോയി അടുത്ത് ഇരിക്കുന്നത്. AI വ്യാപനം വരുന്ന കുറേ പതിറ്റാണ്ട് മുമ്പ് തന്നെ നമ്മുടെ ആതുര സേവന രംഗത്തിൽ, അതായത് മെഡിക്കൽ ഫീൽഡിൽ ഇന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ വളരെ ആഗ്രഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പറയുക? റേഡിയോളജി. റേഡിയോളജിയിൽ MD ചെയ്യാനാണ് ഏറ്റവും ആൾക്കാർക്ക് താല്പര്യം. അപ്പൊ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ബെഡ് സൈഡ് പ്രാക്ടീസ് എന്ന് പറയും, അതായത് ഒരു രോഗിയെ പോയി കാണുന്നത്, അത് തീരെ ഇല്ലാത്ത ഒരു മേഖലയാണ് റേഡിയോളജി. മെഷീന്റെ റിസൾട്ടിന് മാത്രം അവിടെ ഒരു ഒപ്പിട്ടാൽ മതി, അതിന്റെ താഴെ എഴുതിണ്ടാവും ഇത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണം എന്ന്. അപ്പൊ തീരെ ചുമതല, ഉത്തരവാദിത്വം ഒന്നുമില്ലാത്ത ഒരു, പക്ഷെ നല്ല വരുമാനമുള്ള ഒരു മേഖലയാണ് റേഡിയോളജി. അതാണ് മനുഷ്യൻ ചെയ്യുന്നത്. അപ്പൊ AI വരുന്ന മുമ്പ് തന്നെ AI പോലെയുള്ള പ്രവർത്തനം നാം തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ AI വിപ്ലവത്തിനെ ഭഗവാന്റെ തന്നെ, സർവേശ്വരന്റെ തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ഈ AI വന്നപ്പോഴാണ് നാച്ചുറൽ ഇന്റലിജൻസിനെ കുറിച്ചും കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും ലോകമെങ്ങും ചർച്ചകൾ തുടങ്ങിയത്. എന്താണ് കോൺഷ്യസ്നെസ്? മിക്ക ആൾക്കാരിനെ, അതായത് മതപരമായ ജീവിതം നയിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. ആരെങ്കിലും വന്നു നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നു, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതാണ് കോൺഷ്യസ്നെസ്. പുറത്ത് കാലാവസ്ഥ മാറുന്നു, അതിന് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതാണ് കോൺഷ്യസ്നെസ്. വ്യാപിച്ച ഒരു ബോധം ഉണ്ട് എന്നുള്ള ബോധം അവിശ്വാസികൾക്കില്ല. അവിശ്വാസി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിശ്വാസി, അതായത് വെറുതെ പേരിന് ദേവാലയങ്ങളിൽ പോകുന്ന ആൾക്കാരിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സർവവ്യാപിയായിരിക്കുന്ന ബോധത്തിനെ കുറിച്ച് വിശ്വാസമുള്ളൂ. അപ്പൊ ഇപ്പോ ലോകത്തിൽ ഏകദേശം 40-നേക്കാളും കൂടുതൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് നിർവചനങ്ങളുണ്ട്. ഡെഫിനിഷൻസ് ഓഫ് കോൺഷ്യസ്നെസ്, മോർ ദാൻ 40. അപ്പൊ അവിടെ അവർ പറയുന്നതൊക്കെ എല്ലാം എങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, പുറത്തുനിന്ന് ഒരു സ്റ്റിമുലസ് വന്നാൽ അതിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതിനെയാണ് അവർ കോൺഷ്യസ്. നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളും ഇതിനൊക്കെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഇല്ല ഉള്ളതാണ് അവരുടെ ധാരണ. മതങ്ങൾ മാത്രമാണ് അതല്ല, അതിനും ഉപരി ഇതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു ബോധമുണ്ട്, ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, കോൺഷ്യസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കോൺഷ്യസ് പവർ ഉണ്ട് എന്ന് പറയുന്നത്. ഇതും ഒരിക്കലും ഒരു AI മനസ്സിലാക്കാൻ പറ്റില്ല, ആ അനുഭവം പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമുക്ക് ദൈവത്തിന്റെ കൂടുതലും അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു വിളിയും കൂടിയാണ്. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഇറ്റ്സ് എ വേക്കപ്പ് കോൾ. ഈ ഡിവിനിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി. വാട്ട് മേക്സ് എ ഹ്യൂമൻ ഹ്യൂമൻ? എന്താണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്? എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യയിനം വളരെ പ്രത്യേകത ഉള്ള ഇനമാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ സ്പീഷീസ്.